ഹലോ, KM കോട്ടക്കലാണ്. +1 അറബിക്കിൻ്റെ ആൻസർ കീ നമുക്കൊന്ന് വിശകലനം ചെയ്യാം. പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? സ്ഥിരമായി വരുന്ന ചോദ്യങ്ങൾ തന്നെയാണ് ആവർത്തിച്ച് വന്നിട്ടുള്ളത്. കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത അതേ കാര്യങ്ങൾ വന്നു. ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരുന്നു ധാരാളം ചോദ്യങ്ങൾ KM കോട്ടക്കൽ എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ. അതേപോലെ കുട്ടികൾക്ക് പറഞ്ഞു തന്ന അതേ എസ്സേ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. കം തസ്തക്കി ഹനി അല്ലക്കും അൽ ബയാനത്ത് ഷഖ്സിയ. ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. എങ്ങനെയാണ് ഉണ്ടായിരുന്ന എക്സാം എന്ന് കമൻറ്റ് ചെയ്യണേ. അറബിക്കുമായി ബന്ധപ്പെട്ടുള്ള ധാരാളം ചോദ്യങ്ങളും ഉത്തരങ്ങളും എഡ്യൂക്കേഷൻ എന്നുള്ള ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് നോക്കാം, ആൻസർ കീയിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, ഹനാൻ ലഹാം കാത്തിബത്തുൻ സൂരിയ, സിറിയൻ എഴുത്തുകാരിയാണ് ഹനാൻ ലഹാം. ഷാഇറുൻ നീൽ, രണ്ടാമത്തെ ചോദ്യം എന്താണ്? ഷാഇറുൻ നീൽ, നൈൽ നദിയുടെ കവി എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി ആരാണ് എന്നാണ്. ഹാഫിൽ ഇബ്രാഹിമാണ് ഷാഇറുൻ നീൽ എന്ന പേരിൽ അറിയപ്പെടുന്ന കവി ആരാണ്? ഹാഫിൽ ഇബ്രാഹിം. മജല്ലത്തു സമീർ, സമീർ എന്നുള്ള മാഗസിൻ ആരുടേതാണ്? പറയൂ. ഈലിയ അബു മാലിയുടേതാണ് സമീർ എന്നുള്ള മാഗസിൻ. അൽ ഖാനൂനു ഫി തിബ്ബ് എന്നുള്ള ഗ്രന്ഥം രചിച്ചിട്ടുള്ളത് ഇബ്നു സീന. അൽ ഖാനൂനു ഫി തിബ്ബ് എന്നുള്ള ഗ്രന്ഥം രചിച്ചത് ഇബ്നു സീന. ഇബ്നു സീന അറിയപ്പെടുന്ന മറ്റൊരു പേര് അഷേഖുർ റഈസ്. അഷേഖുർ റഈസ് എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തിയും ഇബ്നു സീനയാണ്. ഫിദാ ഉൻ ലിൽ വത്തൻ, ആൻസർ ഏതാണ്? ഇബ്രാഹിം നാജിയാണ് ഫിദാ ഉൻ ലിൽ വത്തൻ എന്നതിനോട് യോജിച്ച ഉത്തരം. ആറാമത്തെ ചോദ്യം, ഐന വുലിദൽ ഇമാമുൽ ബുഖാരി, ഇമാം ബുഖാരി ജനിച്ചത് എവിടെയാണ് എന്നാണ് ചോദ്യം. ആൻസർ ബുഖാറ. ഇമാം ബുഖാരി ജനിച്ചത് എവിടെയാണ്? ബുഖാറയിലാണ്. അടുത്തത്, ഈലിയ അബു മാലി ഷാഇറുൻ മിൻ ഷുഅറാഇൽ മഹ്ജർ, മഹ്ജർ കവികളിൽപ്പെട്ട പ്രശസ്തനായിട്ടുള്ളൊരു കവിയാണ് ഈലിയ അബു മാലി. അപ്പോൾ ഈലിയ അബു മാലി ഒരു മഹ്ജർ കവിയാണ്. എട്ടാമത്തെ ചോദ്യം, മൻ യുലഖിബു ബി ഷെയ്ഖുർ റഈസ്, ഷെയ്ഖുർ റഈസ് എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് ഇബ്നു സീന. നേരത്തെ ഇബ്നു സീനയുടെ മറ്റൊരു ചോദ്യം കൂടി വന്നിരുന്നു. എന്താണത്? അൽ ഖാനൂനു ഫി തിബ്ബ് രചിച്ചതാരാണ്? ഇബ്നു സീന. ഇവിടെ ചോദിച്ചത് ഷെയ്ഖുർ റഈസ് എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ഇബ്നു സീനയാണ്. ഒൻപതാമത്തെ ചോദ്യം, മൻ ഹുവ അവ്വലുൽ ഖുലഫാഇർ റാഷിദീൻ, ആരാണ് ആദ്യത്തെ ഖലീഫ? ആരാണ്? പറയൂ, ആരാണ്? അബൂബക്കർ റളിയല്ലാഹു അൻഹു. പത്താമത്തെ ചോദ്യം, ഐന വുലിദ ഷാഇറുൽ മഷ്ഹൂർ ഹാഫിൽ ഇബ്രാഹിം, ഹാഫിൽ ഇബ്രാഹിം എന്ന് അറിയപ്പെടുന്ന വളരെ പ്രശസ്തനായിട്ടുള്ള കവിയായിട്ടുള്ള ഹാഫിൽ ഇബ്രാഹിം എവിടെയാണ് ജനിച്ചത് എന്നാണ് ചോദ്യം. എവിടെയാണ്? മിസ്ർ, ഈജിപ്തിലാണ് ഹാഫിൽ ഇബ്രാഹിം ജനിച്ചിട്ടുള്ളത്. 11ാമത്തെ ചോദ്യം, മൻ ജമഅൽ ഖുർആൻ, ഖുർആൻ ഒരുമിച്ച് കൂട്ടിയത്, ഖുർആൻ ക്രോഡീകരിച്ചത് ആരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ തന്നെ 2 മാർക്കായി. ഒന്ന് ഹുവ അവ്വലുൽ ഖുലഫാ റാഷിദീൻ, ആദ്യത്തെ ഖലീഫ ആരാണ്? മൻ ജമൽ ഖുർആൻ, ഖുർആൻ ക്രോഡീകരിച്ചത് അല്ലെങ്കിൽ അത് ഒരുമിച്ച് കൂട്ടിയത് ആരാണ്? അബൂബക്കർ റളിയല്ലാഹു അൻഹു. 12ാമത്തെ ചോദ്യം, കം സൂറത്തുൻ ഫിൽ ഖുർആൻ, ഖുർആനിൽ എത്ര സൂറത്തുണ്ട്? പറയൂ. 114 സൂറത്ത്. എല്ലാവർക്കും അറിയുന്ന ആൻസറാണ്. 114 സൂറത്താണ് ഖുർആനിലുള്ളത്. കുട്ടികളെ, ഈ 12 ചോദ്യത്തിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യൂ. ഏതെങ്കിലും കുട്ടികൾ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ നോക്കാം. അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം. 13ാമത്തെ ചോദ്യം, ലൗ ഖുദ്റത്ത് ലക്കൽ ഹയാത്തു ഫലാ ബുദ്ദ അൻ തതദക്കറ അന്നനി ഉഹിബ്ബുക്, ലൗ ഖുദ്റത്ത് ലക്കൽ ഹയാത്തു, നിനക്ക് ജീവിതം വിധിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ, കണക്കാക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ, ഫലാ ബുദ്ദ അനിവാര്യമാണ്, അത്യാവശ്യമാണ്, അൻ തതദക്കറ നീ ഓർക്കൽ, അന്നനെ തീർച്ചയായും ഞാൻ ഒഹിബ്ബുക ഞാൻ നിന്നെ ഇഷ്ടം വെച്ചിരുന്നു എന്ന് നീ ഓർക്കൽ അത്യാവശ്യമാണ്. മൻ കതബ്ദ ഹാദിഹി റിസാല, ഈ റിസാലത്ത്, ഈ വാക്യം പറഞ്ഞത് ആരാണ് എന്നാണ് ചോദ്യം. ചോദ്യം എന്താണ്? മൻ കതബ്ദ ഹാദിഹി റിസാല, ഈ റിസാലത്ത് എഴുതിയത് ആരാണ് എന്നാണ് ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഐന ലഹർത ഹാദിഹി റിസാല, ഈ റിസാലത്ത് എവിടെയാണ് പ്രത്യക്ഷപ്പെട്ടത് എന്നാണ് ചോദ്യം. അപ്പോൾ ആരാണ് ഈ റിസാല എഴുതിയത്? ഒന്നെങ്കിൽ ഇങ്ങനെ എഴുതാം, കതബ്ദ ഹാദിഹി റിസാല, ഈ റിസാല എഴുതിയത് സയ്യിദത്ത് ഷാബ്, ആ യുവതിയായിട്ടുള്ള ആ സ്ത്രീയാണ് ഈ റിസാല എഴുതിയിട്ടുള്ളത്. നോക്കാം, സയ്യിദത്ത് ഷാബ, ആ യുവതിയായിട്ടുള്ള സ്ത്രീയാണ്, മരിച്ചു കിടക്കുന്ന സ്ത്രീയാണ് അത് എഴുതിയിട്ടുള്ളത്. രണ്ടാമത്തെ ചോദ്യം, ഐന ലഹർത ഹാദിഹി റിസാല, ഈ റിസാലത്ത് എവിടെയാണ് വെളിവായത്, പ്രത്യക്ഷപ്പെട്ടത് എന്നാണ്. നോക്കാം, എവിടെയാണത് പ്രത്യക്ഷപ്പെട്ടത്.
ആ ജബ്ബാലൻ ഒരു ഫോൺ കണ്ടു. ബിദാഖിലിഹ, അതിൻ്റെ ഉള്ളിൽ. വക്കാനത്ത് ഹുനാക്ക റിസാലത്ത് നസീയത്തിന് അലാ ഷാഷാത്തി, അതിൻ്റെ സ്ക്രീനിലൊന്നുണ്ടായിരുന്നു വളരെ മനോഹരമായിട്ടുള്ളൊരു നസീയത്തുണ്ടായിരുന്നു, ഉപദേശമുണ്ടായിരുന്നു. ഒന്നെങ്കിൽ അങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ലഹർദ ഹാദി റിസാല ഫി ജൈബി ഖമീസ് ഇബ്നഹൽ മയ്യിത്ത്. നോക്കാം എന്താണ് അവരുടെ മകൻ്റെ ഖമീസിൻ്റെ ഭാഗത്തു നിന്നാണ് കിട്ടിയത്, അല്ലെങ്കിൽ ആ മൊബൈലിൽ നിന്നാണ് കിട്ടിയത് എന്ന് കൂടി ഓർക്കാം. ഈ ഉത്തരം ചിലപ്പോൾ ചിലർക്കൊക്കെ തെറ്റിയിട്ടുണ്ടാകും എന്നാണ് മനസ്സിലാവുന്നത്. അത് വിഷയമാക്കേണ്ട ആവശ്യമില്ല. 14ാമത്തെ ചോദ്യം തർത്തീബാക്കാനുള്ളതാണ്. 3 കവിതയുടെ ഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 3 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. യോജിച്ചത് കൂട്ടിച്ചേർക്കാനുള്ളതാണ്. ആദ്യത്തെ അലിഫ്, ഇൻകുൻത മുക്തഇബൻ ലിഇസ്സിൻ ഖദമല. ഇതിൻ്റെ ആൻസർ ഏതാണ്? അൽ കആബത്തു അല ഇസ്സത്തിൽ മാലിയ. കഴിഞ്ഞ പ്രതാപത്തെ ആലോചിച്ച് ടെൻഷനാവുക, കഴിഞ്ഞു പോയ പ്രതാപത്തെ ആലോചിച്ച് ടെൻഷനാവുക എന്നുള്ളതാണ് ഒന്നാമത്തെ ആൻസർ. അതിൽ ബാ വൽ മാഉ ഹൗലക ഫില്ലത്തുൻ റഖറാഖത്തുൻ. അതിൻ്റെ ആൻസർ ഏതാണ്? ജറിയാനുൽ മിയാഹി കൽഫില്ല. ഇതാണ് അതിൻ്റെ ആൻസർ. അതേപോലെ അടുത്തത് മാബൈൻ അഷ്ജാൻ കന്ന വസൂനഹ എന്നതിൻ്റെ ആൻസർ ആദിൽ അഷ്ജാറു തുസഫിഖു ഫറഹൻ വതുസല്ലിമു മറഹൻ. ഇതാണ് ആൻസർ. അടുത്തത് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യാനുള്ളതാണ്. 15ാമത്തെ ചോദ്യം. ഹാഫിൽ അല നലാഫത്തിൽ ഹദീഖ എന്നതിൻ്റെ ഇംഗ്ലീഷ് എന്താണ് എന്നാണ് ചോദ്യം. ആൻസർ ഏതാണ്? കീപ് ദി ഗാർഡൻ ക്ലീൻ. അല്ലേ, ഗാർഡന് ക്ലീനായിട്ട് സൂക്ഷിക്കുക. അടുത്തതെന്താണ്? റജാവു അദമു ഖത്ഫിൽ അസാർ. ദയവായി പൂക്കൾ പറിക്കരുത് എന്നുള്ളതാണ്. അതിൻ്റെ ഇംഗ്ലീഷ് ഒന്ന് കമൻറ്റ് ചെയ്യൂ. അടുത്തത് അഹ്ലൻ വസഹലൻ എന്നതിൻ്റെ ഇംഗ്ലീഷ് എന്താണെന്നാണ് ചോദ്യം. അതിൻ്റെ ഇംഗ്ലീഷ് എന്താണ്? പറയൂ. വെൽക്കം, സ്വാഗതം എന്നുള്ളതാണ്. 16ാമത്തെ ചോദ്യം. മുലാഫ് മുലാഫിലേഹി എഴുതാനാണ്. ഉദാഹരണം അവിടെ കൊടുത്തിട്ടുണ്ട്. മൈദാനു എന്നുള്ളത് മുലാഫാണ്, അൽ മദ്രസത്തി മുലാഫിലേഹി. ഉർഫത്തു എന്നുള്ളത് മുലാഫ്, അൽ മദ്രസത്തി മുലാഫിലേഹി. മനാറത്തു എന്നുള്ളത് മുലാഫ്, അൽ മസ്ജിദി എന്നുള്ളത് മുലാഫിലേഹി. വളരെ സിമ്പിളാണ് അല്ലേ? ഉദാഹരണം തന്നുകൊണ്ട് വളരെ സുഖമായി. മൈദാനുൽ മദ്രസത്തിയിൽ ഏതാണ് മുലാഫ്? മൈദാനു എന്നുള്ളതാണ് മദ്രസത്തി മുലാഫിലേഹി. ഉർഫത്തുൽ മദ്രസത്തി എന്നുള്ളത് മുലാഫ് ഏതാണ്? ഉർഫത്തു. മുലാഫിലേഹി മദ്രസത്തി. മനാറത്തുൽ മസ്ജിദി എന്നുള്ളത് മുലാഫ്, മനാറത്തു. മുലാഫിലേഹി അൽ മസ്ജിദി. ക്ലിയർ അല്ലേ? കുട്ടികൾ ഇനി ഏതെങ്കിലും ചോദ്യത്തിന് ഉത്തരം അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നമുക്ക് ചെയ്യാം. അതേപോലെ KM കോട്ടക്കൽ എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജ് കൂടി ഫോളോ ചെയ്യണേ. താങ്ക്